വടകരയിൽ ലോണാപ്പ് ഭീഷണിക്ക് പിന്നാലെ കാണാതായ 25-കാരനെ കണ്ടെത്തി. ആയഞ്ചേരി സ്വദേശി വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. വിഷ്ണുവിനെ നേരിൽ കണ്ട് സംസാരിച്ചു. നേത്രാവതി എക്സ്പ്രസിലെ സഹയാത്രക്കാരന്റെ ഫോണിൽ നിന്ന് സഹോദരനെയും വിളിച്ച് സംസാരിച്ചു. കാണാതായി 8-ാം ദിവസമാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നത്. വിഷ്ണുവിനെ വടകര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. വിഷ്ണു കൂട്ടുകാരനോടൊപ്പം വടകര ബസ് സ്റ്റാൻഡിൽ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആകാശുണ്ട് കോഴിക്കോട് നിന്നും. ആകാശ്, എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. നിലവിൽ ഇപ്പോൾ എവിടെയാണ് വിഷ്ണു? സ്റ്റേഷനിലാണോ ഉള്ളത്? തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിനും ബന്ധുക്കൾക്കൊക്കെ ആശ്വാസകരമായ കാര്യമാണ്. 8 ദിവസത്തിന് ശേഷം വിഷ്ണു വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വടകര പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ വിഷ്ണു ഉള്ളത്. വിഷ്ണുവിൻ്റെ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തുകയാണ്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 10,000 രൂപയാണ് വിഷ്ണു ലോൺ ആപ്പിൽ നിന്ന് എടുത്തത്. പിന്നീട് അതിൻ്റെ അടവ് മുടങ്ങുകയും പിന്നാലെ ഭീഷണിയും ഉൾപ്പെടെ വിഷ്ണുവിന് നേരിടേണ്ടി വന്നിരുന്നു. പിന്നാലെ തന്നെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ ഉൾപ്പെടെ ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയും വിഷ്ണു നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് വിഷ്ണു ഈ മാസം 13-ാം തീയതി വീട്ടിൽ നിന്നും പോയത്. ഇപ്പോൾ അവിടെ നിന്നും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നത്. തൻ്റെ സഹോദരൻ അശ്വന്തിനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. സഹയാത്രികനായ നേത്രാവതി എക്സ്പ്രസ്സിലുണ്ടായിരുന്ന സഹയാത്രികൻ്റെ മൊബൈൽ ഫോൺ എടുത്തിട്ടാണ് ബന്ധപ്പെട്ടത്. പിന്നാലെ തന്നെ പയ്യന്നൂരിൽ ഇറങ്ങുകയും സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയും പിന്നാലെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ എത്തുകയായിരുന്നു. പിന്നീട് ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു. വടകര പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ അമ്മാവനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞിട്ടില്ല. വന്ന് കണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധുക്കൾ ആരെങ്കിലും സൂചിപ്പിച്ചതായിട്ട് അറിയാം? ചേട്ടന് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയാമെന്ന് അറിയില്ല. മിസ്സായതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഒരു കുഴപ്പമില്ല. വളരെ കൂടുതൽ നാട്ടുകാർക്ക് സ്റ്റേഷൻ എന്താ പറയുന്നത്? ഒന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയർ കഴിയണം. ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ ഹാജരാക്കി അവിടുന്ന് നമുക്ക് കുട്ടിയെ വിട്ടുതരും. ഇത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനെ അത് തന്നെയാണ് ഇപ്പോൾ മൊഴി കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം വൈദ്യപരിശോധനയ്ക്ക് നടത്തിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കൂടാതെ ഈ ലോണാപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. 10,000 രൂപയായിരുന്നു വിഷ്ണു ഈ ലോണാപ്പിൽ നിന്ന് എടുത്തത്. പിന്നീട് വലിയ രീതിയിലുള്ള ഭീഷണി വിഷ്ണുവിനെ നേരിടേണ്ടി വന്നു. അതിന് പിന്നാലെയാണ് വിഷ്ണു ഈ മാസം 13-ാം തീയതി ബാങ്കിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം പിന്നീട് ആരും വിഷ്ണുവിനെ കണ്ടിട്ടില്ല. വിഷ്ണുവിൻ്റെ ഈ ലോണാപ്പുമായി ബന്ധപ്പെട്ട ചില ബന്ധുക്കളുമായി നടത്തിയ സഹോദരനുമായി നടത്തിയ ചാറ്റുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ വടകര പോലീസ് ഈ വ്യക്തിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. പിന്നീട് കാസർഗോഡ് എത്തി ഇയാളുടെ മൊബൈൽ റേഞ്ച് കാണിച്ചിരുന്നു. പിന്നാലെ തന്നെ ബാംഗ്ലൂരിലും കൂടാതെ മംഗലാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഇന്ന് രാവിലെയോടുകൂടി സഹോദരനുമായിട്ട് ഈ വിഷ്ണു ബന്ധപ്പെട്ടത്. സഹയാത്രികൻ്റെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോൺ വാങ്ങിച്ചായിരുന്നു ഈ വീട്ടിലേക്ക് വിളിച്ചത്. പിന്നീട് പറയുകയുണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങളുള്ളതിനാൽ തന്നെ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ തന്നെ സഹോദരനായി സംസാരിച്ചതിന് ശേഷം തന്നെ പയ്യന്നൂരിൽ ട്രെയിൻ ഇറങ്ങുകയും പിന്നാലെ ഇവരെ ബന്ധുക്കളായ ആളുകൾ അവിടേക്ക് എത്തുകയുമായിരുന്നു. പിന്നീട് വിഷ്ണുവിനെ ട്രെയിൻ മാർഗം തിരിച്ച് വടകരയിൽ എത്തിക്കുകയാണ്. പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് കൃത്യമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ലോൺ എടുത്ത ആപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പരിശോധിക്കുന്നത്. അതിനുശേഷം വൈദ്യപരിശോധന നടത്തിയതിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഈ 8 ദിവസത്തോളം വിഷ്ണുവിൻ്റെ കയ്യിലാകെ 1000 രൂപയുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലാണ് വിഷ്ണു ഈ 8 ദിവസവും കഴിഞ്ഞ് പോയതിരുന്നത്. ഉടുപ്പിയിൽ ഉൾപ്പെടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷവും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. അതിനാൽ തന്നെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആരുണ്യ.